നമസ്കാരം. ഓ ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ദശാധികശതതമ സർഗഃ 110 സർഗത്തിലെ 20 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ 21 തുടങ്ങി 28 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 21. സതാമഭ്യവദത് പ്രീതോ വരേപ്സും പുത്രജന്മനി പുത്രസ്തേ ഭവിതാ ദേവി മഹാത്മാലോകവിശ്രുതഃ. ധാർമ്മികച്ഛ സുശീലച്ഛ വംശകർത്താരിസൂദനഃ ശ്രുത്വാ പ്രദക്ഷിണം കൃത്വാ മുനിം തമനുമാന്യച. പത്മപത്രസമാനാക്ഷം പത്മഗർഭസമപ്രഭം തതഃ സാ ഗൃഹമാഗമ്യ പത്നീപുത്രമജായത. സപത്ന്യാതുഗരസ്തസ്യൈ ദത്തോ ഗർഭജിഘാംസയാ ഗരേണ സഹതേനൈവ തസ്മാത് സ സഗരോഭവത്. സ രാജാ സഗരോ നാമ യ സമുദ്രമഖാനയത് ഇഷ്ട്വാ പർവണി വേഗേന ത്രാസയാനൈമാ പ്രജാഃ. അസമജ്ജസ്തു പുത്രോഭൂത സഗരസ്യേതി ന ശ്രുതം ജീവന്നേവ സ പിത്രാ തു നിരസ്തപാപകർമ്മകൃത്. അംശുമാനപി പുത്രോഭൂതസമജ്ജസ്യ വീര്യവാൻ ദിലീപോം ശ്രുമതഃ പുത്രോ ദിലീപസ്യ ഭഗീരഥഃ. ഭഗീരഥാത് കകുൽസ്തച്ഛ കാകുൽസ്തായേന തു സ്മൃതാ കകുസ്തസ്യ തു പുത്രോഭൂത് രഘുര്യേണ തു രാഘവാഃ. 110 സർഗത്തിലെ കുറേ ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. വസിഷ്ഠ മഹർഷി എല്ലാവരോടുമായി ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുകയാണ്. എങ്ങനെയാണ് ഇക്ഷ്വാകു വംശം ഉണ്ടായതെന്നും പറയുന്നു. കുറേ രാജാക്കന്മാർക്ക് ശേഷം വളരെ യശസ്വിയായ ഭരതനുണ്ടായി. ഭരതനിൽ നിന്ന് അസിതൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് എതിരാളികൾ പലരുണ്ടായിരുന്നു. ഹേഹേയന്മാരും താലജംഘരുമൊക്കെ എതിരാളികളായിരുന്നു. അങ്ങനെ അവരോടൊക്കെ യുദ്ധത്തിൽ നേരിട്ട് രാജാവ് നാട് വിട്ടുപോയി. എന്നിട്ട് മുനിയായി മനോഹരമായ മാമലയിൽ താമസം ഉറപ്പിച്ചു. അവിടെ മുനിയായി തപസ് ചെയ്തു. അദ്ദേഹത്തിനപ്പോൾ 2 പത്നിമാരും ഗർഭിണികളായി കഴിഞ്ഞിരുന്നു. അവരിൽ ഒരുവൾ ഭൃഗുകുലജാതനായ ച്യവനനെ വന്ദിച്ച് സൽപുത്രനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റൊരുവൾ സപത്നിയുടെ ഗർഭം നശിപ്പിക്കാൻ വിഷം കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് ശ്ലോകം തുടർന്ന് വായിക്കാം. ശ്ലോകം 22.
1:22 രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം. 21-22. 110 സർഗത്തിലെ സദാമഭ്യവദത്പ്രീതോ വരേപ്സും പുത്രജന്മനി പുത്രസ്തേ ഭവിതാ ദേവി മഹാത്മാലോകവിശ്രുതഃ ധാർമ്മികച്ഛ സുശീലച്ഛ വംശകർത്താരിസൂദനഃ ശ്രുത്വാ പ്രദക്ഷിണം കൃത്വാ മുനിം തമനുമാന്യജ. പ്രീതനായ അദ്ദേഹം, അതായത് ചവനൻ, പുത്രജന്മത്തിനായി വരമിച്ഛിച്ച അവൾക്ക്, ദേവി, ഭവതിക്ക് മഹാത്മാവും ലോകവിശ്രുതരുമായ പുത്രനുണ്ടാവും എന്നും പുത്രൻ വംശകർത്താവും ശത്രുഞ്ജയനും ധാർമ്മികനും സുശീലനുമാകുമെന്നും അനുഗ്രഹം കൊടുത്തു. അദ്ദേഹത്തെ തൊഴുത പ്രദക്ഷിണം വെച്ച് അവൾ വിടവാങ്ങി. ശ്ലോകം 23. പത്മപത്രസമാനാക്ഷം പത്മഗർഭസമപ്രഭം തതഃ സാ ഗൃഹമാഗമ്യ പത്നീപുത്രമജായത. ഗൃഹത്തിലെത്തിയതിൽ പിന്നീട് പത്മപത്രസമാനാക്ഷനും പത്മഗർഭസമപ്രഭനുമായ, അതായത് ബ്രഹ്മാവിനെ പോലെ ശോഭയുള്ളവനുമായ പുത്രനെ പ്രസവിച്ചു. ശ്ലോകം 24. സപത്ന്യാതു ഗരസ്തസ്യൈ ദത്തോ ഗർഭജിഘാംസയാ ഗരേണ സഹദേനൈവ തസ്മാത് സസഗരോഭവത്. അവളുടെ ഗർഭം പോക്കാൻ സപത്നി വിഷം നൽകിയിരുന്നല്ലോ. ആ വിഷത്തോടുകൂടി പിറന്നവനായതുകൊണ്ട് അദ്ദേഹം സഗരനായി. ആ ഗരത്തോടുകൂടി പിറന്നവനായതുകൊണ്ട് അദ്ദേഹം സഗരനായി. ശ്ലോകം 25. സ രാജാ സഗരോ നാമ യത് സമുദ്രമഘാനയത് ഇഷ്ട്വാ പർവണി വേഗേന ത്രാസയാനയിമാ പ്രജാഃ. 25-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: സഗരനെന്നു പേരുള്ള ആ രാജാവ് യജ്ഞം ചെയ്ത് പൗർണമിയിൽ ഏറ്റം കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുന്ന സാഗരത്തെ ഖനനം ചെയ്യിപ്പിച്ചുണ്ടാക്കി. ശ്ലോകം 26. അസമഞ്ജസ്തു പുത്രോഭൂത് സഗരസ്യേതി ന ശ്രുതം ജീവന്നേവ സപിത്രാതു നിരസ്തപാപകർമ്മകൃത്. അദ്ദേഹത്തിൻ്റെ പുത്രനായി അസമജ്ഞൻ പിറന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. പിതാവിനാൽ പാപകർമാവായ അസമജ്ഞനെ ജീവനോടുകൂടി നാട്ടിൽ നിന്നും തള്ളിക്കളഞ്ഞു. ശ്ലോകം 27. അംശുമാനപി പുത്രോഭൂദസമഞ്ജസ്യ വീര്യവാൻ ദിലീപോംശുമതപുത്രോ ദിലീപസ്യ ഭഗീരഥഃ. അസമഞ്ജൻ്റെ പുത്രനായിരുന്ന വീര്യവാനായ അംശുമാനായിരുന്നു. അംശുമാൻ്റെ പുത്രൻ ദിലീപൻ, ദിലീപൻ്റെ പുത്രൻ ഭഗീരഥൻ. അങ്ങനെ നീണ്ടു പോകുന്നു ആ വംശം. ശ്ലോകം 28. ഭഗീരഥാൽ കകുൽസ്തച്ഛ കാകുൽസ്തായേന ദുസ്മൃതാഃ കകുസ്തസ്യ തു പുത്രോഭൂത് രഘുര്യേന തു രാഘവാഃ. ശ്ലോകം 28-ൻ്റെ അർത്ഥം: ഭഗീരഥനിൽ നിന്നും കാകുൽസ്തൻ പിറന്നു. അങ്ങനെ കാകുൽസ്തരെന്ന വംശനാമമുണ്ടായി. കാകുൽസ്തൻ്റെ പുത്രനാണ് രഘു. രഘുവിലൂടെ രാഘവന്മാരെന്ന വംശനാമം ഉണ്ടായി. 28 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.